ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ വായിലിട്ട് അരിഞ്ഞിറങ്ങുന്ന അത്രയ്ക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഈ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല നമ്മളിങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും, അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഒരു തവണ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളൂ, അല്ലെങ്കിൽ ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ തന്നെ സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെ നമ്മുടെ അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് നമ്മുടെ തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച് ചൂടാറിയിട്ടൊന്നും പോയിട്ടില്ല, ഒരു ചെറു ചൂടുണ്ട്, ഒരുപാട് ചൂടുമില്ല, ഒരു ചെറു ചൂടുള്ള പാല് 1 കപ്പ്. 250 ml കപ്പിന് 1 കപ്പ് കേട്ടോ. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒരേ ഒരു ടേബിൾ സ്പൂൺ അടുത്തേക്ക് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങനീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ ഈ വിനാഗിരി ആണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതങ്ങ് പിരിഞ്ഞു പോകും, കാരണം ഒരു ചെറിയ ചൂടുപാടിലേക്കാണ് നമ്മളിത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്. നമ്മുടെ തൈരോ അതേപോലെ തന്നെ മുട്ടയൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ ബട്ടർ മിൽക്ക് റെഡിയാക്കി നമുക്ക് കേക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഓയിലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്താൽ മതിയോ. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് മൈദമാവ് എടുക്കുന്നതുകൊണ്ടാണ് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയല്ല, പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനിപ്പോൾ ഈ ചേർത്തിരിക്കുന്ന നോക്കിയും നല്ലതുപോലെ തന്നെ നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1/2 കപ്പ് ഓയിൽ ഞാൻ എടുത്തുകൊണ്ട് തന്നെ 1.5 കപ്പ് മൈദമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരേ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിന് കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഏത് കേക്കിനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പുതിയത് വേണം എടുക്കാനായിട്ട്. ഒരുപാട് പഴയതൊന്നും എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊങ്ങി വന്നെന്ന് വരില്ല. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ഈ മൈദമാവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ മൈദ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയുടെ ആ ടേസ്റ്റ് ഒന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം ചേർത്തിരിക്കുന്ന നോക്കിയും നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ നമ്മുടെ മാവ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ മാവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ല, നല്ല ലൂസായിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കുന്നതെങ്കിൽ ഒരു കുറച്ച് മൈദമാവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു പരുവം കറക്റ്റായിട്ട് തന്നെ കിട്ടണേ. ഇനി നമ്മുടെ ഈ മിക്സിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കുന്നത് ഇതേപോലെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുക്കർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചായപാത്രം ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് എല്ലാ ഭാഗത്തേക്കും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ബട്ടർ പേപ്പർ കൂടി നമ്മളൊന്ന് വെച്ച് അതിൻ്റെ മേളിലേക്കും കൂടി കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ബട്ടർ പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ബട്ടർ പേപ്പറിന് പകരമായിട്ട് കുറച്ച് മൈദമാവ് ഇതിനകത്തേക്കിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്താലും മതിയാവും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിന് നേർപകുതി മാത്രമേ നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം അടികട്ടിയുള്ള അല്ലെങ്കിൽ നല്ല കനമുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കുഴിയുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം ഇതിനകത്ത് കറക്റ്റായിട്ട് ഇറങ്ങിയിരുന്നോളും. അപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിനകത്തേക്ക് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് ടിന്നും കൂടി ഞങ്ങൾ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂടി ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 30-35 മിനിറ്റ് ഇതൊന്ന് റെഡിയാവാനായിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായെന്ന് അറിയാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു സ്റ്റിക്കോ ഒരു കത്തി ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക.
ഇപ്പോൾ നമ്മുടെ കേക്കാണെങ്കിലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് താഴെ ഇറക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് തണുക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു സിറപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഭയങ്കര മധുരമായി പോവും. അപ്പോൾ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 1/4 കപ്പ് അത്രയും മതിയാവും. ആവശ്യത്തിന് മധുരം ഉണ്ടാവും കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തന്നെ വെള്ളവും കൂടി നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പഞ്ചസാര നല്ലതുപോലെ തന്നെ ഇതിനകത്തിരുന്ന് ഒന്ന് അലന്ന് വരട്ടെ. ഇവിടെ ശരിക്കും ഒന്ന് തിളച്ച് ഒന്ന് അലന്ന് വന്നപ്പോൾ ഇതിലേക്ക് ഒരേ 1 ടേബിൾ സ്പൂൺ നമ്മുടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തേൻ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ തേനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി പതുക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മധുരം തന്നെയുണ്ട്. അപ്പോൾ ഈ മധുരമാണ് നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് ജാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ജാമാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ജാം ചേർക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒന്ന് ഇഷ്ടമാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജാമാട്ടോ ചേർത്തിരിക്കുന്നത്. ഗ്യാസ് ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അത് പതുക്കെ ഒന്നതാ ഇതേപോലെ ഒന്ന് ഉരുകി വരും. അതിനകത്തേക്ക് നമുക്ക് ഒരേ 1 ടേബിൾ സ്പൂൺ തേനും കൂടി ഒന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മധുരം ഈ സമയത്ത് ഇത്രയും വേണ്ട എന്നുള്ളവർക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി ശരിക്കും നമ്മുടെ ജാമൊക്കെ ആണെങ്കിലും നല്ലതുപോലെ തന്നെ ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം നമ്മുടെ ജാമൊക്കെ ആണെങ്കിലും ആ കട്ടയൊക്കെ മാറി നല്ലതുപോലെ തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അത് മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് നമ്മുടെ കേക്കിലേക്ക് അങ്ങ് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് തണുത്ത് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പാത്രത്തിലേക്ക് നിന്ന് വിട്ടുപോരും. കാരണം നമ്മുടെ ബട്ടർ പേപ്പർ ആണെങ്കിലും അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നമ്മുടെ സൈഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പഞ്ഞ് പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സിറപ്പും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ആ സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ മോൾഭാഗം നന്നായിട്ടൊന്ന് പൊങ്ങിയിരിക്കുന്ന ആ മേൽഭാഗം നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. കണ്ടോ, നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നന്നായിട്ട് ലെവലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് പെട്ടെന്ന് സിറപ്പങ്ങ് ഇറങ്ങി ചെല്ലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് അങ്ങ് ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും എല്ലാ ഭാഗത്തേക്കും കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുക്കുന്ന വഴി തന്നെ ആ താഴേക്ക് അങ്ങ് പൊക്കോളൂ കേട്ടോ. നന്നായിട്ട് തന്നെ ആ സ്പോഞ്ചായിട്ട് അങ്ങ് വലിച്ചെടുത്തോളും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത സിറപ്പ് അങ്ങ് വലിഞ്ഞിട്ടുണ്ട് ശരിക്കും കേക്കിൻ്റെ ഉള്ളിലേക്ക്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ജാമും കൂടി ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ ജാം എടുക്കാനായിട്ട്. കുറച്ച് വലിപ്പമുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ നമുക്ക് ജാം എടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജാം എല്ലാ ഭാഗത്തേക്കും നമ്മൾ നാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കാണാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് നമ്മുടെ ബിസ്ക്കറ്റ് കോക്കനട്ടും കൂടി നമ്മളൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, ഞാൻ ഫോട്ടോയ്ക്ക് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേനൂറും നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. മധുരമൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ കേക്കും ഇഷ്ടമാവും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ തേനും അതേപോലെ തന്നെ പഞ്ചസാരയും ജാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടമാവുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡൊക്കെ ആണെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലേക്കാണെങ്കിലും നമ്മുടെ തേൻ്റെ രുചിയുള്ള ആ ഷുഗർ സിറപ്പും കൂടിയൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഓരോന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോഴാണെങ്കിലും എത്ര നല്ല ടേസ്റ്റാണെന്ന് അറിയാമോ. വായിലേക്ക് വെച്ചാൽ അങ്ങ് അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് നല്ല രുചിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കാം. അതേപോലെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരും കൂടി ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. അതേപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ആയിട്ടുള്ള കേക്ക് കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിന് നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.